ദുഃഖവെള്ളിയാഴ്ചയുടെ പള്ളിയിൽ പോയപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ്. അപ്പോൾ അകത്ത് സ്ഥലം കിട്ടില്ല, പുറത്തിരിക്കേണ്ട വന്നേ. എന്തായാലും പുറത്തായിരുന്നതുകൊണ്ടാണ് നല്ല ചൂടായിരുന്നു. പിന്നെ വീട്ടിലൊന്ന് തിരിച്ച് വന്ന് ഞങ്ങൾ വേഗം ഡ്രസ്സ് മാറിയിട്ടൊന്ന് മലയാറ്റൂർ വരെ പോകാൻ കരുതി. പക്ഷെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. പല റൂട്ടുകളും വൺ വേ ഒക്കെ ആക്കി. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞൊക്കെ പോകേണ്ടതെന്ന് നല്ല ബ്ലോക്കായിരുന്നേ. അപ്പോൾ ഇടയ്ക്ക് കഞ്ഞി കൊടുക്കുന്ന സ്ഥലം കണ്ടപ്പോൾ അന്ന് അവിടെ നിന്ന് കുറച്ച് കഞ്ഞി കുടിക്കാമെന്ന് വെച്ചു. നല്ല ചൂടൻ കഞ്ഞിയും മാങ്ങ ചമ്മന്തിയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചേച്ചിമാർ പറഞ്ഞു നല്ല പയർ തോരനും ഉണ്ടായിരുന്നു, അത് തീർന്നു പോയതാണ്. അപ്പോൾ നമ്മൾ ചൈനയൊക്കെ അറിയുന്നവരായിരുന്നു കേട്ടോ. തണ്ണിമത്തൻ ജ്യൂസ് കൊടുക്കുന്നുണ്ടായി. അപ്പോൾ വഴി കൂടെ പോകുന്ന എല്ലാ വണ്ടികളും നിർത്തി അവർ കൊടുക്കും. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരണ്ട, അവർ കൊണ്ട് കൊടുക്കും കേട്ടോ. ബസ്സിലൊക്കെ പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകുന്നവരൊക്കെ ബസ്സിൻ്റെ അകത്തുള്ള എല്ലാ യാത്രക്കാർക്കും ബസ് ഡ്രൈവറോടെ നിർത്തിയിട്ടിട്ട് എല്ലാവരും കൊണ്ടുപോയി കൊടുക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് ആ മനുഷ്യരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കെയറിങ് മനസ്സിലായി. കൂടുതലും അക്രൈസ്തവരൊക്കെ ആയിട്ട് ചെയ്യുന്നത്, കഞ്ഞി കൊടുക്കുന്നതും ജ്യൂസ് കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു സഹകരണം കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നും കേട്ടോ. വെള്ളിയാഴ്ചയായിട്ട് നമ്മളുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ വെളിച്ചെണ്ണയും വേപ്പിലേക്ക് ഇട്ട് വെച്ച അവിയൽ, പിന്നെ നല്ല പുളിയിഞ്ചി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പുളിയിഞ്ചി, പിന്നെ ചുമ്മാ ഒരു വടികാപ്പുളി കണ്ടപ്പോൾ ആ കടയിൽ വാങ്ങിച്ചിട്ട് ചുമ്മാ ഞാനത് അച്ചാർ പോലെ ആക്കിയതാട്ടോ. മറ്റേ വലിയ നാരങ്ങയില്ലേ, നമുക്ക് അവിടെ അങ്ങനെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അച്ചാറെന്ന് പറയുമ്പോൾ ചുമ്മാ ഉപ്പിലിട്ട് തിരുമിട്ട് 2 കടുകും ഉലുവയും തളിച്ച് വെച്ചു. പിന്നെ വലിയമ്മച്ചി അവിടെ മോരുകറിയും പപ്പടമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാം. ഞങ്ങൾ ഉച്ചത്തെ ചോറ് കഴിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നാണ് കഴിച്ചത്. വാഴയിലയിൽ പപ്പടവും മോരുകറിയും അവിയലും ഇഞ്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ സക്കരയിൽ നിന്ന് ഒന്ന് ചക്ക പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഒരുക്കിയെടുത്ത് വെട്ടി അപ്പച്ചൻ കൂടാന്ന് എല്ലാം ചെത്തി തന്ന് പിള്ളേരും കൂടി കേട്ടോ. കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ചക്കയൊക്കെ ഉരിഞ്ഞെടുത്ത് നല്ല ടേസ്റ്റോടെ ചക്കയായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും അത് കഴിച്ചു. പിന്നെ രാത്രിയപ്പോൾ വീണ്ടും നമ്മുടെ അവിയലുണ്ടായിരുന്നു, പിന്നെ പപ്പടവും കാച്ചി 2 മുട്ടയും കൂടെ പൊരിച്ച് ഞങ്ങൾ